നമുക്ക് പഴം വെച്ചിട്ടൊരു സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 2 നേന്ത്രപ്പഴം, അത്യാവശ്യം പഴുത്ത പഴം തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. എന്നിട്ടൊരു പാൻ ചൂടാക്കി അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഇട്ടിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. നെയ്യ് വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഏകദേശം ഒന്ന് ഇതുപോലൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ഒരു പിടി തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാവുന്നതാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം പിന്നെ ഇതിലോട്ട് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു 3 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. നിങ്ങളെടുക്കുന്ന പഴത്തിൻ്റെ മധുരം കൂടെ നോക്കിയിട്ട് ചേർക്കുക. ഇനി ഇതിലോട്ട് റവ ചേർത്ത് കൊടുക്കാം. റവ ഞാനിവിടെ ഒരു 1/2 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം കുറച്ച് ചേർക്കുക, എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കുക കേട്ടോ. നമുക്ക് കയ്യിലിങ്ങനെ ഒന്ന് ഉരുട്ടി പിടിക്കാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് ആക്കിയെടുക്കുക. ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കുക. എന്നിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുക. ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഡീറ്റെയിൽ വീഡിയോ താഴെ കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.